ദൈവജനമേ, ഇന്ന് ഡിസംബർ 7 തിരുപ്പിറവിക്കായുള്ള ഒരുക്കത്തിൻ്റെ 2-ാം ഞായറാഴ്ച. ഈ ദിവസത്തിൻ്റെ ചിന്താവിഷയം സ്നേഹം പങ്കിടാം എന്നതാണ്. നാം ഇന്ന് 2-ാം ആഡ്വെൻറ്റ് തിരി കൊളുത്തുന്നു. ഇത് ബേത്ലഹേം തിരി എന്നും അറിയപ്പെടുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സമാധാനത്തെയാണ്. ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ക്രിസ്തുവിൻ്റെ ജനനം നമുക്ക് നൽകുന്ന സന്ദേശം സമാധാനത്തിൻ്റെ രാജാവ് വരുന്നു എന്നതാണ്. ആട്ടിടയന്മാർക്ക് ദൈവദൂതന്മാർ നൽകിയ സന്ദേശം ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നായിരുന്നല്ലോ. ഈ സമാധാനം വെറുതെ ഇരിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കേണ്ട ഒന്നാണ്. ബേത്ലഹേം യാത്ര ചെയ്ത മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും ആ നീണ്ട യാത്ര സമാധാനത്തിനായുള്ള നമ്മുടെ യാത്രയെ ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുക എന്നതാണ് ഈ തിരിയുടെ പ്രാധാന്യം. മാനസാന്തരത്തിലൂടെയും പാപങ്ങളിൽ നിന്നുള്ള വിടുതലിലൂടെയുമാണ് നാം യഥാർത്ഥ സമാധാനത്തിലേക്ക് എത്തുന്നത്. ഈ സമാധാനം നമ്മൾ നിറയുമ്പോൾ അത് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പ്രതിഫലിക്കണം. സ്നേഹമില്ലാത്ത ഇടങ്ങളിൽ സമാധാനമില്ല. അതിനാൽ സ്നേഹം പങ്കിടുമ്പോൾ നാം യഥാർത്ഥത്തിൽ സമാധാനമാണ് പങ്കിടുന്നത്. ദേഷ്യം, വിദ്വേഷം, പിണക്കങ്ങൾ, വൈരാഗ്യബുദ്ധി എന്നിവ ഉപേക്ഷിച്ച് ക്ഷമിച്ചും സ്നേഹിച്ചും ക്ഷമ കൊടുത്തും ക്ഷമ വാങ്ങിച്ചും നമുക്ക് ഈ ആഡ്വെൻറ്റ് കാലം, ആഗമനകാലം അർത്ഥപൂർണ്ണമാണ്.